നമസ്കാരം. രാമക്ഷേത്രം നരേന്ദ്രമോദിക്ക് വലിയ തലവേദനയായി മാറുകയാണ്. നമുക്കറിയാമല്ലോ, 2025 പണി പൂർത്തീകരിക്കാം എന്നാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ 2024 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏറ്റവും നല്ല ആയുധം അത് രാമക്ഷേത്രമാണെന്ന് BJP വിലയിരുത്തുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു ഈ 1800 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ രാമക്ഷേത്രത്തിന്റെ പണികളൊക്കെ നീങ്ങുന്നത്. ശേഷം 2024 ജൂൺ 22-ാം തീയതി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തുകയാണ്. അതൊരു വല്ലാത്ത ചടങ്ങ് തന്നെയായിരുന്നു. അതായത് ഒരു രാഷ്ട്രീയ പരിപാടി നടക്കുന്നത് പോലെ നരേന്ദ്രമോദിയുടെ ഒരു റിയാലിറ്റി ഷോ, ഒരു വൺ മാൻ ഷോ അത് തന്നെയായിരുന്നു. എല്ലാ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ OTT പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നു. എൻ്റെ മുഖം മാത്രം ജനങ്ങൾ കാണുക എന്ന ഒരു ലക്ഷ്യം വെച്ച് നരേന്ദ്രമോദി നന്നായി തന്നെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അങ്ങ് ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ആയുധമാക്കി മാറ്റുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ ആ പരിപാടിയിലൂടെ കണ്ടത്. നിരവധി എതിർപ്പുകൾ ഉയർന്നു വന്ന, രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു ചടങ്ങ് കൂടിയായിരുന്നു അത്. ശേഷം എന്താണ് സംഭവിക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ അയോധ്യയിലെ ഫൈസലാബാദിൽ ലല്ലു സിംഗ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അങ്ങനെ റിസൾട്ട് പുറത്തു വരുമ്പോൾ BJPയെ പോലും ഞെട്ടിപ്പിക്കുകയാണ്. അതായത് 54,000 വോട്ടിന് ഈ ഫൈസലാബാദിൽ BJP സ്ഥാനാർത്ഥി തോക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ, അതായത് 400 സംഖ്യയും കടന്നു പോകും ഇത്തവണ ഈ പ്രതിപക്ഷമേ ഉണ്ടാകില്ല എന്നൊക്കെയാണല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് ഇപ്പോൾ? ഘടകകക്ഷികൾ ഉള്ളത് കൊണ്ട് സർക്കാർ ഉണ്ടാക്കി ഇതെങ്ങനെ ഭരിച്ചു പോകുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ രാമക്ഷേത്രം വലിയ തലവേദനയായി മാറുകയാണ്. അതായത് ഈ തോൽവി സംഭവിച്ച പിന്നെ നരേന്ദ്രമോദി അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. രാമനെ ഏകദേശമൊക്കെ കൈവിട്ട മട്ടാണ്. രാമൻ നല്ല പണിയാണ് തിരിച്ച് മോദി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് രാമക്ഷേത്രത്തിന്റെ മേൽക്കൂര ചോരുന്നു എന്ന് പറഞ്ഞ്, അതായത് അവിടുത്തെ തന്നെ പൂജാരിയായിട്ടുള്ള ആചാര്യ സതേന്ദ്രദാസ് മാധ്യമങ്ങളുടെ, ദേശീയ മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയാണ്. ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാംലല്ലയുടെ വിഗ്രഹം ഇരിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ചോരുകയാണ്. ആദ്യ മഴയിൽ തന്നെ ചോരുകയാണ്. മൊത്തം വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് ദർശനം നടത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് എഞ്ചിനീയർമാരൊക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടോ ഈ ചോർച്ചയൊന്നും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ഗുരുതരമായ ഒരു ആരോപണം അതായത് അവിടുത്തെ തന്നെ പൂജാരി പറയുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ അത് ഞെട്ടലോടെ കാണുകയാണ്. ഈ തിടുക്കം പിടിച്ചുള്ള പണിയായിരുന്നു, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ചില ഗിമ്മിക്ക് പരിപാടിയായിരുന്നു. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൂജാരി പറയുന്നു. പൂജാരി പറഞ്ഞ ശേഷം ഈ ഇങ്ങനെയൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വ്യാജ കുറേ സംഗതികളൊക്കെ ഇറക്കിയിട്ട് ഓട്ടയടയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. നമ്മുടെ നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പറക്കാല പ്രഭാകർ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വ്യാജ പ്രചരണങ്ങളൊക്കെ ഇറക്കിയാണ് അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഓട്ടയടയ്ക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഈ പൂജാരി പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ കമ്മിറ്റി രംഗത്ത് വന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ സത്യമായിരുന്നു എന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ UPയുടെ PCC ആയിട്ടുള്ള അജയ് റായ് രംഗത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അതായത് ഇത് മാത്രമല്ല, അതായത് നിലവിൽ ഈ അയോധ്യയിലേക്കുള്ള രാമക്ഷേത്രത്തിലേക്കുള്ള റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിലൊക്കെ ഇതിനോടൊപ്പം തന്നെ പൊളിഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ് എന്നൊക്കെ പറയുകയാണ്. ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് കളിച്ച കളിയാണ്, അതിൻ്റെയൊക്കെയാണ് ഈ അനുഭവിക്കുന്നത് എന്ന് മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ മോദി സർക്കാർ ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചോർച്ചയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്ന ആരോപണമാണെങ്കിലും ഒന്നും BJPയെ സംബന്ധിച്ച് BJP ഈ വിഷയത്തിലൊന്നും പിടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിടിച്ചപ്പെടും, അതവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഒരു പുതിയ വാർത്ത കൂടി ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരികയാണ്. ലേറ്റസ്റ്റ് വാർത്തയാണ് ഇത്. ഇങ്ങനെയാണ് ആ വാർത്ത. അതായത് അയോധ്യ രാമക്ഷേത്രം റോഡിൽ സ്ഥാപിച്ച 50 ലക്ഷം രൂപയുടെ വിളക്കുകൾ മോഷണം പോയതായി പരാതി. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ സ്ഥാപിച്ച 50 ലക്ഷം രൂപ വില മതിക്കുന്ന 3800 വഴിവിളക്കുകൾ മോഷണം പോയതായി പരാതി. ഒന്നോ രണ്ടോ വഴിവിളക്കുകളല്ല, 3800. അതീവ സുരക്ഷാ മേഖലയിൽ സ്ഥാപിച്ച വഴിവിളക്കുകളാണ് മോഷണം പോയത്. കരാറുകാരൻ ആഗസ്റ്റ് 9 പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് വിളക്കുകൾ മോഷണം പോയ വിവരം അറിയുന്നത്. അതായത് പരാതി കൊടുത്തപ്പോഴാണ് ഇത്രയധികം ഈ വിളക്കുകൾ മോഷണം പോയ കാര്യം പോലും അറിയുന്നത് എന്നത് ഏറെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. 3800 ബാംബു ലൈറ്റുകളും അതുപോലെ തന്നെ 36 ഗോബോ പ്രൊജക്ടറുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത്. രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പാതയായ റാംലല്ലയിലും ഭക്തിപാതയിലും സ്ഥാപിച്ച ലൈറ്റുകളാണിവ. സ്വകാര്യ സ്ഥാപനമായ യാഷ് എന്റർപ്രൈസസും കൃഷ്ണ ഓട്ടോമൊബൈൽസും റാം പാതയിൽ 6400 മുളവിളക്കുകളും ഭക്തിപാതയിൽ
96 ഗോബോ പ്രൊജക്ടർ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയധികം ഈ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. 50 ലക്ഷം രൂപയുടെ വിളക്കുകൾ നഷ്ടപ്പെട്ടിട്ടും അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷയുണ്ടെന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ അല്ലേ. എന്തൊക്കെ മേളമായിരുന്നു, വല്ലാത്ത രീതിയിലുള്ള കൊട്ടി ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ വെറും ഈ ആളുകളെ പറ്റിച്ച്, ഈ ഹൈന്ദവ വിശ്വാസികളെ പറ്റിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നരേന്ദ്രമോദി നടത്തിയ വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. എന്തായാലും ഇതൊക്കെ BJPയുടെ ഹൈന്ദവരെ, അതായത് ഹൈന്ദവ വിശ്വാസികളെ പറ്റിച്ച് വോട്ട് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വെറും ഉഡായിപ്പായിരുന്നുവെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കേട്ടോ. അതാണല്ലോ അയോധ്യയിലൊക്കെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. മാത്രമല്ല ഇപ്പോൾ എങ്ങനെയാണ് ഭരിക്കുന്നത്, അതായത് JDയും TDPയും അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ മോദി ഇല്ല. 56 ഇഞ്ച് ഇവർക്ക് രണ്ടുപേർക്കും നടുവിൽ നിന്ന് ചുങ്ങി ഒരു പരുവായി. അതായത് ഇവരുടെയൊക്കെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ NDA സർക്കാർ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് പുതിയ നമ്പറായിട്ടൊന്നും രംഗത്തേക്ക് വരാൻ പറ്റില്ല. എന്തായാലും രാമക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങിയ നരേന്ദ്രമോദിക്കൊക്കെ ഇപ്പോൾ രാമക്ഷേത്രം തന്നെ വലിയ പണിയായി മാറിയിരിക്കുകയാണ്. അല്ല, വലിയ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രീരാമൻ എന്ന് പറയുന്നതാകും ശരിയെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.